ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് മലയാളി പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഗൗതം നായരാണിത്. ആ പാട്ടേക്കും ആദ്യം മെമ്മറി വരുന്നത് ബുർജ് ഖലീഫയുടെ ആ ഷൂട്ടിങ്ങും അങ്ങനത്തെ പരിപാടിയൊക്കെ തന്നെയാണ്. എനിക്ക് ആകെപ്പാടെ ഒറ്റൊരു സിനിമ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് എനിക്ക് വളരെ മണ്ടത്തരമായി പോയെന്ന് തോന്നിയിട്ടുണ്ട്. അല്ലാതെ എനിക്ക് വേറൊരു സങ്കടം. ലൈക്ക് ഐ സെഡ്, ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പം റോള് വരും. അല്ലാതെ കിട്ടില്ല എന്നും പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുന്നതിൽ എനിക്ക് കോൺസെപ്റ്റ് മനസ്സിലായിട്ടില്ല. സോ അഗൈൻ എനിക്ക് തോന്നിയിട്ടുള്ളത് കമ്പാരിസൺ വരുമ്പോഴത്തേക്കാണ് കൂടുതൽ വിഷമം വരുന്നത്. മറ്റേ ആൾക്ക് ഇതുണ്ട്, എനിക്കിതില്ല, ഇയാൾക്ക് എന്നെക്കാട്ടിൽ ഇതുണ്ട്, എനിക്ക് ഇത് കിട്ടിയില്ല. സോ ഐ തിങ്ക് ദ മോമെന്റ് യു സ്റ്റോപ്പ് കമ്പയറിംഗ്, ഐ തിങ്ക് ലോട്ട് ഓഫ് പ്രോബ്ലംസ് ജസ്റ്റ്. ഈ പഴയ നമ്മൾ ചെയ്തു വെച്ച സിനിമകളുണ്ടല്ലോ, പിന്നീട് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണുമ്പോൾ എങ്ങനെയാണ്? ഇല്ല, ഞാൻ പൊതുവെ എൻ്റെ എല്ലാ പടങ്ങളും ഫസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ടിട്ട് പിന്നെ ഞാനത് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വല്ലപ്പോഴും യൂട്യൂബിൽ വല്ല ഫ്രണ്ട്സൊക്കെ വല്ല പ്ലേ ചെയ്യുവാണെങ്കിലുള്ളൂ. അല്ലാതെ ഞാൻ മിക്ക സിനിമകളും ഒറ്റ പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഒന്നും കണ്ടിട്ടില്ല. അത് എങ്ങനെ, അത് സ്വയം കാണുമ്പോഴും അതെനിക്കൊരു ചമ്മലാണ് കാണുമ്പോൾ. അതുകൊണ്ട് ഞാൻ പിന്നെ കാണുന്നത്. വീട്ടിൽ വെക്കുമ്പോഴും മാറ്റുമെന്ന് പറയുന്നത് ഞാൻ മാറിപ്പോവും. ആരെങ്കിലും വെച്ചാൽ അവിടെ ഇരുന്ന് കാണും, ഞാൻ എഴുന്നേറ്റ് പോകും. എനിക്ക് ഭയങ്കര ചമ്മലാണ് അത് ഇങ്ങനെ ഇരുന്ന് കാണുമ്പോഴത്തേക്ക്. എനിക്ക് പ്രശ്നം തോന്നുന്നത് ചേർന്നില്ല, അയ്യോ ഇത് ഇങ്ങനെ ചേർന്നല്ലോ, ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നത്, അപ്പം മൊത്തം കുറ്റാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ അതിനെക്കാട്ടും അത് കാണാതിരിക്കുന്നതെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ കാണാൻ പോകും. ഒരു ഫേവറേറ്റ് അല്ല കോ സ്റ്റാർ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയില്ല. ബിക്കോസ് എല്ലാവരും ഐ തിങ്ക് എല്ലാവരും ഓരോ സിനിമയിൽ ഓരോ രീതിയിലാണ് അവരുടേതായ ഒരു കോൺട്രിബ്യൂഷൻ തന്നിട്ടുള്ളത്. സോ ഐ തിങ്ക് ഓരോ സിനിമ കഴിയുമ്പോഴത്തേക്കും അവരായിരിക്കും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കോ സ്റ്റാർ. സോ തൽക്കാലത്തേക്ക് ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ രാജേട്ടൻ തന്നെയാണ്. പക്ഷേ അല്ല, രാജേട്ടനായിട്ട് ഡെഫിനറ്റ്ലി ഇത്രയും നാൾ ഞാൻ വർക്ക് ചെയ്ത ഐ തിങ്ക് ആക്ടേഴ്സിനെക്കാട്ടിലും ഐ തിങ്ക് രാജേഷ് ചേട്ടൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ്റെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടും പുള്ളിയും ഒരു ഡയറക്ടറും കൂടെ ആയതുകൊണ്ട് അതിൻ്റെതായ വ്യത്യാസം എന്തായാലും നമ്മൾ സെറ്റിൽ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോഴത്തേക്കും കുറേ പഠിക്കാൻ കിട്ടും. സോ ആ രീതിയിൽ ഭയങ്കര രസം. ഇപ്പോൾ എവിടെയെങ്കിലും ഡയലോഗ് പറയുമ്പോഴത്തേക്ക് ഞാൻ സ്റ്റക്കായി പോവാണെങ്കിലോ എന്തെങ്കിലും രീതിയിൽ നമ്മളിങ്ങനെ ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചേട്ടൻ പറയും ഒരു കാര്യം ചെയ്താണ്, ഇത് ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ എന്താണ് ലൈക്ക് ചിലപ്പം ഡയലോഗ് പറയുന്നത് ഇങ്ങനെ പിടിച്ചു നോക്കുക, അങ്ങനെ പറയുമ്പോഴത്തേക്കും വളരെ എന്താണ് രസമായിട്ട് ഇങ്ങനെ ഒരു നല്ല കെമിസ്ട്രി ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ. അപ്പോൾ അത് നല്ല കെമിസ്ട്രി ആദ്യം തന്നെ സെറ്റ് ആയതുകൊണ്ട് അത് നല്ല രസമായിട്ടാണ് ഷൂട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായത്. ഇപ്പോൾ ഒരാൾ നമ്മളെ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചോ, നമ്മൾ വിചാരിക്കും അയ്യോ പാവം അങ്ങേരുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്, അതുകൊണ്ടാണ് അങ്ങേര് അവിടെ അങ്ങനെ ചെയ്തത്. കുറച്ച് അധികം എമ്പതി കൂടിപ്പോയാലും പ്രശ്നമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പം കുറച്ചധികം ഫൊർഗിവിങ് ആയി പോകാനും ഉള്ള ടെൻഡൻസീസും വരാം. കാരണം ആൾക്കാരെ മനസ്സിലാക്കി നമുക്കൊരു ബോർഡർ, ഒരു ബാലൻസ് വേണമല്ലോ. അപ്പം ആ ഒരു ബാലൻസ് ചിലപ്പോൾ മാറിപ്പോയാൽ നമുക്ക് പ്രശ്നമാവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഹായ്, ഹലോ, നമസ്കാരം. സൈന സുഡ് പ്ലസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. C5-ന്റെ ഏറ്റവും പുതിയ ഒറിജിനൽ വെബ് സീരീസ് ആയിട്ടുള്ള കാക്കി സർക്കസിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് മലയാളി പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഗൗതം നായരാണ്. സ്വാഗതം. ഞാൻ ട്രെയിലർ ഇങ്ങനെ നോക്കുകയാണ് ഗൗതമിനെ കാണാൻ വേണ്ടി. ഞങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റിയിട്ടില്ല. ഒരു സസ്പെൻസ് ക്യാരക്ടർ ആണെന്ന് തോന്നുന്നു. എന്താണ് ക്യാരക്ടർ? ഉണ്ട്, അത് ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒറ്റൊരു ഷോട്ടിൽ ക്യാരക്ടർ ഉണ്ട്. അത് പക്ഷെ കണ്ണടച്ചാൽ പിന്നെ കാണാതായി പോകും. അത് അങ്ങനെ ഒരു പ്രാവശ്യം ട്രെയിലർ കണ്ട അവിടെ ഒരു മൂലയിൽ ഇതെങ്ങനെ കാണാം. എന്താണ് കാക്കി സർക്കസ്? സോ കാക്കി സർക്കസ് ലൈക്ക് ബേസിക്കലി പറയുകയാണെങ്കിൽ ജോണർ എന്ന് പറഞ്ഞൊരു ഡാർക്ക് കോമഡിയാണ്. വളരെ ആനിമേറ്റഡ് ആയിട്ട്, വളരെ കാർട്ടൂണിഷ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ലൗഡെന്ന് അത്രയ്ക്കും ഫാൻറ്റസി അങ്ങനെ ലൗഡാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷെ അതിൻ്റെ എല്ലാം നടുക്ക് നിൽക്കുന്നതായിട്ടൊരു ഡാർക്ക് കോമഡി പോലെ എടുത്തിരിക്കുന്ന ഒരു വെബ് സീരീസ് ആണ്. ഇപ്പം ഈ ഒരു വെബ് സീരീസ് ഇപ്പം കഥകൾ വരാതിരിക്കാം, പക്ഷേ ഈ ഒരു വെബ് സീരീസിലേക്ക് ഇന്നാവുന്നതിൽ റീസൺ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അയ്യോ, ഇതങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇത് കുറേ വർഷങ്ങളായിട്ട് എനിക്ക് ഈ ലൈക്ക് ഇതിൻ്റെ റൈറ്റേഴ്സിൻ്റെയും അവരുടെ കുറേ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരെ അറിയാം. അപ്പം എനിക്ക് തോന്നുന്നു കുറേ നാളായിട്ട് ഞങ്ങൾ എപ്പോഴെങ്കിലും ഒന്നിച്ച് വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പം അങ്ങനെ അവരിത് ഇനിഷ്യലി സിനിമയായിട്ട് മലയാളത്തിൽ ചെയ്യാനായിരുന്നു പ്ലാന്. അപ്പോൾ ആ സ്ക്രിപ്റ്റിൻ്റെ ഇത് വന്നപ്പോഴത്തേക്കും തന്നെ ആയിരുന്നു ആകാശാണ് റൈറ്റർ. ആകാശനെ അപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് പിന്നെ അത് മലയാളത്തിൽ നിന്ന് അവർ തമിഴിലേക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു നടക്കത്തില്ല, അപ്പോൾ അവിടുത്തെ ആർട്ടിസ്റ്റിനെ എടുക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് അവർ വീണ്ടും എന്താണ് ഇങ്ങനെ മലയാളവും തമിഴായിട്ട്
മിക്സ് ആയിട്ട് ഒരു വെബ് സീരീസ് ആയിട്ട് ചെയ്യാനാണ് പ്ലാൻ. അപ്പം ക്യാരക്ടർ മലയാളി ക്യാരക്ടറായിട്ട് തന്നെ റീറ്റെയിൻ ചെയ്തിട്ട് ബാക്കി തമിഴിലെ പോർഷൻസ് ഉള്ളതെല്ലാം തമിഴിലും എൻ്റെ ഡയലോഗ്സ് മിക്ക വരുന്നതെല്ലാം മലയാളത്തിലാണ് സീരീസിൽ. സോ ഇപ്പോൾ ഈ സിനിമകൾക്കപ്പുറം ഇപ്പൊ നമ്മുടെ കഴിവുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ വെബ് സീരീസ് എന്ന് പറയുന്നത്. ഇപ്പം വെബ് സീരീസിലെ എല്ലാ നായികമാരും അഭിനയിക്കണം എന്ന് ചിന്തിച്ചു തുടങ്ങി. ഈ വെബ് സീരീസിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്? ചില കഥകൾ എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചും കൂടെ ലെയേഴ്സ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്യാരക്ടേഴ്സ്, ഇപ്പം സിനിമയിൽ നമുക്ക് മെയിൻ ഒരു 2 ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ മെയിൻ ഹീറോ ഹീറോയിൻ അവരുടെ ചുറ്റുപാട് നടക്കുന്ന കുറച്ച് സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ഒക്കെ കാണുമായിരിക്കും. വെബ് സീരീസിൻ്റെ ഗുണം എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മെയിനായിട്ടൊരു ലീഡ് ഉണ്ടെങ്കിലും ബാക്കി ക്യാരക്ടേഴ്സിൻ്റെ സ്റ്റോറീസും കുറച്ചും കൂടെ നമുക്ക് പറയാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. സോ ആ രീതിയിൽ ഒരു യൂണിവേഴ്സ് പോലെ ഉണ്ടാക്കുന്ന പോലെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ചില കഥകൾ നമ്മൾ വെബ് സീരീസ് ആയിട്ട് അത്രയും ലെങ്ത്തിൽ അത്രയ്ക്കും ലെയേഴ്സും ഡെപ്തും ഇട്ട് പറയുകയാണെങ്കിൽ ഐ തിങ്ക് കുറച്ചും കൂടെ ആ സ്റ്റോറി ടെല്ലിംഗ് രസമായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില കഥകൾ ചിലപ്പോൾ സിനിമയായിട്ട് പറയാൻ അത്രയും ഒരു കണ്ടൻറ്റേ കാണത്തുള്ളായിരിക്കും. സോ ഈ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജി പഠിക്കണം എന്ന് ഇപ്പോൾ പലരുടെയും ആഗ്രഹമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ എന്താ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കാമല്ലോ എന്ന് ആളുകൾ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ ഈ സൈക്കോളജി പഠിച്ച് തുടങ്ങിയ സമയത്ത് ഇപ്പം നമ്മുടെ കയ്യിലെത്തുന്ന ക്യാരക്ടേഴ്സ് ഇപ്പം അതിനെ നന്നായിട്ട് മനസ്സിലാക്കാനും എന്താ കറക്റ്റ്, എന്താ അവരുടെ മനസ്സിലുണ്ടാവുക, അല്ലെങ്കിൽ എങ്ങനെ പെർഫോം ചെയ്യണം എന്നും കൂടെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ. അത് ഹെൽപ്പായിട്ട് മാറാറുണ്ടോ? അത് ഇപ്പം എൻ്റെ ഈ പ്രായത്തിലും ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി. കാരണം എനിക്ക് തോന്നുന്നു ലൈക്ക് ഇപ്പം ഈ ഷാലി എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണെങ്കിലും എനിക്ക് കാണുമ്പോൾ മനസ്സിലാവും എനിക്ക് ആവശ്യത്തിൽ അധികം കുറച്ച് എന്താണ് ചിന്തിക്കേണ്ട രീതി, ഒരു പെർഫോം ചെയ്യേണ്ട രീതിയിലൊരു ക്യാരക്ടർ തന്നെ ആയിരുന്നു. സോ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു പലപ്പോഴും ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് എന്താണ് അഭിനയത്തിലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഇപ്പോൾ ആളുകളെ കാണുന്ന സമയത്ത് ആർട്ടിസ്റ്റുകൾ പറയാറുണ്ട് ഇപ്പോൾ ഒരു പേഴ്സണെ കാണുന്ന സമയത്ത് അവർ എങ്ങനെയാണ് സംസാരിക്കുക അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് അത് ശ്രദ്ധിക്കുന്നത് നമുക്ക് ചില സമയത്ത് സിനിമയിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നാറുണ്ട്. ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ആകുമ്പം 2 രീതിയിലും ചെയ്യണ്ടേ? ഇപ്പോൾ ഒരു എങ്ങനെ അതിനെ കാണുക? ഇപ്പോൾ ആർട്ടിസ്റ്റ് എന്ന നിലയിലും സൈക്കോളജിസ്റ്റ് ആവുന്ന സമയത്തും ഈ 2 കാര്യങ്ങളും ആളുകളോട് സംസാരിക്കുമ്പോഴും അപ്രോച്ച് ചെയ്യുമ്പോഴും എപ്പോഴും ഈ ഒബ്സർവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അതെ, അത് പൊതുവേയും എനിക്ക് തോന്നുന്നു സൈക്കോളജി പഠിക്കുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ തന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഒബ്സർവേഷൻ. കാരണം അത്രയ്ക്ക് ശ്രദ്ധിച്ച് അപ്പുറത്തിരിക്കുന്ന ആളുടെ ചെറിയ ചെറിയ മാനറിസം അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ പറയുന്ന കാര്യത്തിലായിരിക്കും നമ്മൾ ചിലപ്പം ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്തെടുക്കുന്നത്. സോ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡെയിലി ലൈഫിൽ നമ്മളത് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തു പോകും. സോ ആ രീതിയിൽ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നമ്മൾ ചുറ്റുപാടുള്ള ആൾക്കാരിൽ കാണുന്ന ചില ചില സ്വഭാവ രീതികൾ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ക്യാരക്ടറിനെതിട്ട് ഉപയോഗിക്കാൻ പറ്റും. സോ അങ്ങനെയൊക്കെ പലപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ ആദ്യം ഗൗതമി നായർന്ന് ആലോചിക്കുമ്പോൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് ഡയമണ്ട് നെക്ലേസിലെ പാട്ടാണ്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവും. ഈ പാട്ട് ഓർക്കുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ഹിറ്റ് സിനിമകളുടെ ഭാഗമാവുന്ന പോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒരു പാട്ട്, അത് മലയാള സിനിമയിൽ ആളുകൾ ഇപ്പോഴും കേട്ടോണ്ടിരിക്കുക എന്ന് പറയുന്നതേ സന്തോഷമാണ്. ആ പാട്ടേക്കും ആദ്യം മെമ്മറി വരുന്നുണ്ട്, ആ ഓർമ്മയിൽ വരുന്നെന്താ? എനിക്കൊന്ന് ബുർജ് ഖലീഫയുടെ ആ ഷൂട്ടിങ്ങും അങ്ങനത്തെ പരിപാടിയൊക്കെ തന്നെയാണ് മോസ്റ്റ്ലി. കാരണം കുറേ നാളായല്ലോ, 2012 ഷൂട്ട് ചെയ്തുകൊണ്ട് മറവിയൊക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് പോയതുകൊണ്ട് അങ്ങനെ ഓർമ്മയുണ്ടെന്ന് ചോദിച്ചാൽ ഓർമ്മയില്ല. പക്ഷേ മിക്കതും മറ്റേ ദുബായിൽ നമ്മൾ ഷൂട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫുൾ സെറ്റിൽ ഓർമ്മ വരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് പൊള്ളാച്ചിയിലും ശരിയാ ഡയമണ്ട് നെക്ലസും കുറച്ച് മറ്റേ നാട്ടിൻപുറം പാട്ടിലൊക്കെ കാണിക്കുന്നതെല്ലാം പൊള്ളാച്ചിയിലാണ് ഷൂട്ട് ചെയ്തത്. സോ അങ്ങനെയൊക്കെ ലൈക്ക് ഇതിൻ്റെ ഷൂട്ട് ഞങ്ങൾ ആക്ച്വലി പൊള്ളാച്ചിയിലായിരുന്നു കുറേ പോർഷൻസും ഇവരുടെയും ഷൂട്ട് ചെയ്തത്. സോ അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും പൊള്ളാച്ചിയിലേക്ക് പോയി. ഈ ആളുകൾ ആദ്യം കാണുന്ന സമയത്ത് പേര് പറഞ്ഞതിനെക്കാട്ട് ആദ്യം ഈ സിനിമയും പാട്ടും പറയാ, ഇപ്പോഴും അത് തന്നെയാണ്. ആ നടിയല്ലേ അയ്യോ ഡയമണ്ട് നെക്ലസിലെ മറ്റേ അടി ചോദിക്കുന്നില്ല. പണ്ട് ഒരാൾ ചോദിക്കുന്നുണ്ടായി, അതായത് ഒരു സിനിമയ്ക്ക് ശേഷം എന്താ ഇത്ര ബ്രേക്ക് എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ ഗൗതമി പറയുന്നത് എന്നെ ആരും വിളിക്കുന്നില്ല, വിളിച്ചാൽ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റും. അതിപ്പോഴും മറുപടി പറയുന്നത് സെയിം ആയിരിക്കാം. അപ്പോൾ നമ്മളെ ആളുകളെ ഓർത്തിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഇവിടെ ഉണ്ട് എന്ന് ഓർത്തിരിക്കുക, അവർ നമ്മളെ സിനിമയിലേക്ക് വിളിക്കുക എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഒരു ഉത്തരവാദിത്തമല്ലേ? ഇപ്പോൾ ഒരു 14 വർഷമായി സിനിമ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ എങ്ങനെ അതിനെ ഇപ്പോൾ ഞാനിവിടെ ഉണ്ട് അല്ലെങ്കിൽ എന്നെ ഡയറക്ടേഴ്സ് ഓർക്കണം, എൻ്റെ പെർഫോമൻസ് ഓർക്കണം, എങ്ങനെ അതിനൊരു ഹോംവർക്ക് പരിപാടി തുടങ്ങിയിട്ടുണ്ടോ? പണ്ട് ഞാൻ അധികം ആൾക്കാരായിട്ട് സംസാരിക്കുമോ നെറ്റ്വർക്കോ അങ്ങനത്തെ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. സോ എനിക്ക് തോന്നുന്നു ആകപ്പാടെ മാറ്റം വന്നിട്ടുള്ളത് ഇപ്പം ഞാൻ എല്ലാവരുമായിട്ടും കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എല്ലാവരുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. സോ എല്ലാവരും ചെയ്യുന്ന പ്രോജക്റ്റിൽ ഇപ്പം എനിക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെ ആണെങ്കിലും അവരെ എന്തെങ്കിലും രീതിയിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, സോ ആ രീതിയിലൊക്കെ കുറച്ചും കൂടി ഇൻവോൾവ് ആയി തുടങ്ങിയിട്ടുണ്ട്. സോ ഐ തിങ്ക് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും തന്നെ മേ ബി ആൾക്കാരുടെ മനസ്സിൽ എന്തായാലും
ചിലപ്പോൾ എപ്പോഴെങ്കിലും പ്രോജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓർക്കുമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ സിനിമയിലേക്ക് പണ്ട് സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ പണ്ട് ഷോർട്ട് ഫിലിം ചെയ്യും സ്വന്തമായിട്ട്. ഇപ്പം വെബ് സീരീസും അതുപോലെ തന്നെ ഈ കോണ്ടന്റ് ക്രിയേഷൻ വീഡിയോസും. ഇപ്പൊ വാഴ റിലീസായി, അതിൽ 90% ആൾക്കാർ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. ഞാൻ സ്റ്റോറി ഇട്ടത് കണ്ടു സിനിമ കണ്ടിട്ട്. അപ്പോൾ എങ്ങനെ ഇപ്പൊ പുതിയ കുട്ടികൾ ഇപ്പം സിനിമയിലേക്ക് വരാൻ വേണ്ടി അവർ തന്നെ ഒരു പ്ലാറ്റ്ഫോം കണ്ടെത്തുന്നു, അത് മാക്സിമം ഉപയോഗിക്കുന്നു, അതിനെങ്ങനെയാ കാണണേ? അത് എനിക്ക് അത് ചെയ്യാൻ നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. ബട്ട് ഐ തിങ്ക് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ക്രിയേറ്റീവ്ലി എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. സോ അറ്റ്ലീസ്റ്റ് പണ്ടത്തെ പോലെ ഇന്ന ആൾക്കാർ മാത്രം സിനിമ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ സിനിമയിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ. ഇപ്പം അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇഫ് നോട്ട് ത്രൂ മൂവീസ് അറ്റ്ലീസ്റ്റ് ആൾക്കാർക്ക് അവരുടേതായ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് അവർക്ക് തന്നെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം, അവർക്ക് തന്നെ കണ്ടന്റ് ഉണ്ടാക്കാം. സോ ദർ ഇസ് എ ലോട്ട് ഓഫ് സ്പേസ് ടു ടെൽ സ്റ്റോറീസ് ഇസ് വാട്ട് ഐ ഫീൽ. സോ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ഐ തിങ്ക് ഇറ്റ്സ് എ പോസിറ്റീവ് തിങ്. എങ്ങനെ ഇപ്പം ഈ 14 വർഷത്തെ ഒരു യാത്രയിലെ സിനിമ എങ്ങനെയാണ് കാണുന്നത്? അതായത് ഇപ്പം നമുക്ക് സിനിമയിൽ ക്യാരക്ടേഴ്സ് കിട്ടാം, കിട്ടാതിരിക്കാം, ഫുൾ ടൈം നമുക്ക് എപ്പോഴും അവസരങ്ങൾ കിട്ടണമെന്നില്ല. ആദ്യ സമയത്ത് ഒരു പെയിൻ ഉണ്ടാവാം. ഇപ്പൊ എങ്ങനെയാ അതിനെ കാണുന്നത് ശരിക്കും ആ ഒരു യാത്ര? എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ 14 വർഷം ഇങ്ങനെ പോയതുപോലെ തോന്നുന്നുണ്ട്. സോ ഞാൻ ആകെപ്പാട് ഐ ഡോണ്ട് നോ, എനിക്കത് എങ്ങനെ ആ ചോദ്യത്തിന് ഉത്തരം പറയണമെന്ന് എനിക്ക് അറിയില്ല. ഐ തിങ്ക് ദി ഒൺലി തിങ് ഞാൻ ബേസിക്കലി ശ്രദ്ധിക്കാൻ അറ്റ്ലീസ്റ്റ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വെറുതെ ഇരിക്കുന്ന സമയം മാക്സിമം ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ എന്നേ ഞാൻ നോക്കത്തുള്ളൂ. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സിനിമ കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് വരുമ്പോഴത്തേക്കും ആ ടൈം പീരീഡ് വെറുതെ വീട്ടിലിരുന്ന് സമയം കളയുന്നതിനെക്കാട്ടിലും എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോബിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ അത് ആ രീതിയിൽ നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ഗ്രോത്ത് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ആ രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു ഞാൻ ആ ജേർണിയിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. എനിക്ക് ഈ ഒരു തോട്ട് ഒരു ദിവസം ഞാൻ ഒരു റീലിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ സംസാരിക്കണേ. അത് കേട്ട സമയത്താണ് ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു പാഷൻ ഇഷ്ടമാണ് പക്ഷെ അത് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ ടൈം കണ്ടെത്തുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നൊരു തോട്ടും. ബിക്കോസ് നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്ന സ്കിൽസ് ചിലപ്പം നമുക്ക് പാഷൻ അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് എന്നുള്ള പറയുന്ന ഒരു കാര്യത്തിൽ നമുക്ക് ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുമായിരിക്കും. സോ ഇൻഫർമേഷൻ ഈസ് ഓൾവേസ് ഗുഡ്. ഇൻഫർമേഷൻ വെച്ചാൽ നല്ല ഇൻഫർമേഷൻ, ഗുഡ് നോളജ്, ലേണിംഗ് ഈസ് ഓൾവേസ് ഹെൽപ്ഫുൾ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ നമുക്ക് എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും അത് നമ്മൾ ചിന്തിച്ചിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഗുണം ചെയ്തുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഗവൺമെന്റ് കോളേജിൽ അത് ഗേൾസ് സ്കൂളിൽ പഠിക്കണം എന്നൊരു തോട്ട് ഉണ്ടല്ലോ. അത് ഒരുപാട് ആളുകൾ പല രീതിയിലും പല സ്ഥലങ്ങളിൽ വരുന്ന ആൾക്കാർ അവരുടെ കൂടെ പഠിക്കണം, പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെ ചിന്തിക്കാനുള്ള റീസൺ എന്താ? അത് കരിയർ വൈസ് അല്ലെങ്കിൽ ഈ സൈക്കോളജി പണ്ട് ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണോ, അത് സിനിമയിൽ വരുമ്പം ഗുണം ചെയ്യുന്നതാണോ? എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത? അല്ല, ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഡയമണ്ട് നെക്ലസും സെക്കൻഡ് ഷോ ഒക്കെ ഇറങ്ങിയ ഒരു സമയമായിരുന്നു. സോ എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ ചേച്ചിയും അതേ കോളേജിൽ തന്നെയാണ് സൈക്കോളജി പഠിച്ചത്. അപ്പം അത് പ്രൊഫസേഴ്സിനെ എല്ലാം അറിയായിരുന്നു. അപ്പം നല്ല ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നും അറിയായിരുന്നു. അപ്പോൾ ചേച്ചി പഠിപ്പിച്ച കുറച്ച് പ്രൊഫസേഴ്സ് തന്നെ ആയിരുന്നു പിന്നെയും അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അപ്പം അതൊരു ഗവൺമെൻറ് കോളേജായി. അപ്പോൾ അങ്ങനെ ഞാൻ LKG തൊട്ട് 12th വരെ മിക്സ്ഡ് സ്കൂളിലാണ് പഠിച്ചത്, കുവൈറ്റിൽ വെളിയിലാണ് പഠിച്ചത്. അപ്പം ഇവിടെ ഇതുവരെ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ആ രീതിയിൽ അങ്ങോട്ട് ജോയിൻ ചെയ്തതാണ്. അതുകൊണ്ട് എല്ലാ ഇന്റർവ്യൂസ് കാണുന്ന സമയത്ത് കമന്റ്സിൽ ഒരു ഭൂരിഭാഗം ഉണ്ടാവുന്ന കമന്റ്സ് ഇങ്ങനെയാണ്, ഭയങ്കര ഓപ്പൺ ആയിട്ട് പറയും. അതായത് നമ്മളിങ്ങനെ ഫേക്ക് ചെയ്ത് സംസാരിക്കില്ല. അത് ചിലപ്പോൾ നമ്മളൊരു ആക്ട്രസ്റ്റായിട്ട് നിൽക്കുന്നത്, സോ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് മേക്കപ്പ് ഇട്ടൊക്കെ സംസാരിക്കാം, പക്ഷെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കാം. അതുപോലെ തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് ആങ്കേഴ്സിനും പേടിയുണ്ടാവും, കാരണം വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെയും കേട്ടിട്ടുണ്ടോ ശരിക്കും? അങ്ങനൊന്നും ഇല്ല. മൊത്തത്തിൽ എല്ലാവരും ജീവിതത്തിൽ അഭിനയിക്കുവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് എൻ്റെതായ കുറച്ച് കാഴ്ചപ്പാടും ബിലീഫ്സും കാണും. അത് ഞാൻ ആരെയും അങ്ങനെ അത് ഉപദ്രവം ഉണ്ടാക്കുന്നില്ലെങ്കിൽ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്നത് എടുക്കുന്നേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചൊന്നുമല്ല. ഒരു സമയം വരെ ഒരു ഹോസ്പിറ്റലിൽ പോവാ, ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്ന് പറഞ്ഞ ചിന്ത അത് മാനസികമായിട്ടുള്ള എന്തോ അസുഖമുണ്ട് എന്നൊരു തോട്ടാണ്. ഇന്നത് ഭയങ്കരമായിട്ട് മാറി. ഇന്നത്തെ തിരക്ക് പിടിച്ചൊരു ലൈഫിൽ ആളുകൾ ഒരു ഹെൽപ്പ് എന്ന രീതിയിലും പോവാറുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കാൻ ആളുകളെ കിട്ടാനില്ല എന്നൊരു സിറ്റുവേഷൻ വരാറുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? ഇപ്പോഴത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ ഒരു ഡോക്ടറുടെ ഹെൽപ്പ് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്ന രീതിയെ ആളുകൾ മാറി ചിന്തിച്ചല്ലോ, അതിനെങ്ങനെ കാണും? മൊത്തത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ബിക്കോസ് ഇപ്പോഴും ആൾക്കാർ
സി ഇപ്പം തെറപ്പി എന്ന് പറയുന്ന ഒരു സ്പേസ് ഞാൻ നമ്മളിപ്പം എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് ബ്ലഡ് ചെക്കപ്പ് നടത്തുന്നുണ്ട്. ലൈക്ക് എല്ലാം ഓക്കെ ആണോ, എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ടായിരിക്കത്തില്ല നമ്മൾ മൊത്തത്തിൽ ബോഡി ചെക്കപ്പോ ബ്ലഡ് നോക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും നോക്കുന്നത്. ബേസിക് ആയിട്ട് നമ്മൾ അസുഖം വരുന്നതിൻ്റെ മുന്നേ ഒരു പ്രിക്കോഷൻ ആയിട്ട് നമ്മൾ എല്ലാ വൈറ്റൽസും എല്ലാം ഓക്കെ ആണോ, ഒന്ന് ഓക്കെ പ്രശ്നമൊന്നുമില്ല, എന്തെങ്കിലും കൺട്രോൾ ചെയ്യണോ എന്നൊന്ന് നോക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ബ്ലഡ് നോക്കുന്നത്. അതേ രീതിയിൽ തന്നെ ഐ ഫീൽ ദാറ്റ് എവറിബഡി ഷുഡ് ഹാവ് ഫ്രീക്വൻറ്റ് ഇന്റർവെൽസ് ഓഫ് മെന്റൽ ഹെൽത്ത് ചെക്കപ്പ് ഓൾസോ. കാരണം തെറപ്പിക്ക് പോകുന്നില്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് പ്രാക്ടീഷണറെ കാണുന്നത് അസുഖം വരുമ്പോൾ മാത്രം എന്നൊരു കോൺസെപ്റ്റിനെക്കാട്ടിലും ചിലപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് റിഫ്ലക്റ്റീവായിട്ട് സംസാരിക്കാനായിട്ട്, ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെ അറിയാതെ ഒബ്ജക്റ്റീവായിട്ടൊരു ഫ്രീ സ്പേസ് അവിടെ ഉണ്ടാക്കി തരികയാണ്. അവിടെ പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ ഡെയിലി ഫങ്ഷനിങ് ഓൾസോ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 2 വർഷം 3 വർഷം കൂടുമ്പോഴത്തേക്ക് ഞാൻ ഇതേപോലെ റിഫ്ലക്റ്റീവ് തെറപ്പി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാറുണ്ട്. ജസ്റ്റ് സോ ദാറ്റ് ഐ ഫീൽ ദാറ്റ് എവറിബഡി ഷുഡ് ഡു ഇറ്റ് ഓൾസോ. ബിക്കോസ് നമുക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും ഓക്കെ എല്ലാം വലിയ പ്രശ്നമില്ലാതെ അങ്ങോട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന്. ബട്ട് നമ്മളറിയാതെ തന്നെ പണ്ടത്തെ കാര്യങ്ങളോ എന്തെങ്കിലും ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സ്വഭാവത്തിലേക്ക് ചിലപ്പോൾ കയറി വരാം. സോ ദർ ഇസ് നോ ഹാം ഇൻ ഡൂയിങ് ഫ്രീക്വൻറ്റ് ചെക്കപ്സ്. പക്ഷേ ഇപ്പോഴും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മാറ്റം വന്നിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് ദ സ്റ്റിൽ കുറച്ചും കൂടെ എ ലോങ് വേ ടു ഗോ. ഞാൻ എടുത്ത് വിചാരിക്കും, ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ ബാക്കിയുള്ളവരുടെ വിഷമം കേൾക്കുന്നു, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കെ സൈക്കോളജിസ്റ്റ് ഒരു വിഷമം വരുന്ന സമയത്ത് ഇത്രയും വേറെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകും. അത് മാൻഡേറ്ററി ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തെറപ്പി ഇല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി പേഷ്യൻസിനെ കാണുന്നുണ്ടെങ്കിൽ അവർ മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ തന്നെ ഒരു 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴത്തേക്കും വേറെ തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് വി ഷുഡ് ഡു എ ചെക്കപ്പ് ടു മേക്ക് ഷുവർ ദാറ്റ് നമ്മളും സെയിം ആണല്ലോ ബാക്കിയുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടെന്നുള്ളത്. അങ്ങനെയാണ് ചോദിക്കട്ടെ, ഒരു നമുക്ക് ഗുണമാണ് സൈക്കോളജി പഠിക്കുകയാണെങ്കിൽ ഒരു പേഴ്സണെ മനസ്സിലാക്കാനും അവരെന്താ ചിന്തിക്കുന്നതെന്നും, തിരിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ദോഷം എന്താ ഒരു സൈക്കോളജി പഠിക്കുന്നതിൻ്റെ? കുറച്ചധികം എന്താണ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾ നമ്മളെ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചോ, നമ്മൾ വിചാരിക്കും അയ്യോ പാവം അങ്ങേരുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്, അതുകൊണ്ടാണ് അങ്ങേര് അവിടെ അങ്ങനെ ചെയ്തത്. കുറച്ച് അധികം എമ്പതി കൂടിപ്പോയാലും പ്രശ്നമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പം കുറച്ചധികം ഫൊർഗിവിങ് ആയി പോകാനും ഉള്ള ടെൻഡൻസീസും വരാം. കാരണം ആൾക്കാരെ മനസ്സിലാക്കി നമുക്കൊരു ബോർഡർ, ഒരു ബാലൻസ് വേണമല്ലോ. അപ്പം ആ ഒരു ബാലൻസ് ചിലപ്പോൾ മാറിപ്പോയാൽ നമുക്ക് പ്രശ്നമാവാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അതാണ്. ഈ മലയാള സിനിമയിലേക്ക് ഒരു എൻട്രി എന്ന് പറയുന്ന ഒരു വലിയ സിനിമയുടെ ഭാഗമായിട്ടാണ്, സൂപ്പർ സ്റ്റാറിൻ്റെ മകൻ്റെ കൂടെയാണ്. സോ ആ സമയത്ത് ഒന്നും ചിന്തിച്ചു, ഇനി സിനിമയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ എത്തിപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഏത് സ്റ്റേജിലാണ് ഇപ്പം എനിക്ക് സിനിമയാണ് വേണ്ടത്, അല്ലെങ്കിൽ സിനിമയിൽ ഞാൻ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം, അതെപ്പോഴാണ് ചിന്തിച്ചു തുടങ്ങി? അതെനിക്ക് തോന്നുന്നു സെക്കൻഡ് ഷോ ഷൂട്ട് ചെയ്ത സമയത്ത് തന്നെ സെറ്റിലെത്തിയപ്പം എനിക്ക് ഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം തോന്നി ഇത് കൊള്ളാലോ, രസമുണ്ടല്ലോ, ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നുള്ളൊരു ചിന്ത ആക്ച്വലി സെക്കൻഡ് ഷോ ചെയ്തപ്പോൾ തന്നെ വന്നാണ്. അതിന് മുന്നേ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. ഇപ്പൊ ക്യാരക്ടേഴ്സ് ഇപ്പം നമ്മുടെ തേടിയെത്തുന്ന കുറച്ച് ക്യാരക്ടർ ആണെങ്കിലും അതിലൊരു തെരഞ്ഞെടുപ്പ് നടത്താറുണ്ടാവില്ലേ? ഇപ്പം ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അതിൽ എന്താ ചിന്തിക്കുക? ചുമ്മാ ഒരു ചെറിയൊരു റോൾ അല്ലെങ്കിൽ വലിയ റോൾ എന്നതിനപ്പുറം ഒരു ക്യാരക്ടർ എത്തുന്ന സമയത്ത് എന്താ ചിന്തിക്കുക? അതാ എനിക്ക് എപ്പോഴും സ്റ്റോറിയാണ് മെയിൻ. സോ ഒരു സ്റ്റോറിയിൽ ചിലപ്പം ചില ക്യാരക്ടേഴ്സ് 5 മിനിറ്റ് സ്പേസേ കാണത്തുള്ളൂ. പക്ഷെ ആ 5 മിനിറ്റിൽ ചിലപ്പം ആ സ്റ്റോറിയിൽ എന്തെങ്കിലും ക്രൂഷ്യൽ എലമെന്റ് കൊണ്ടുപോകുന്നൊരു ക്യാരക്ടർ ആയിരിക്കും ആ 5 മിനിറ്റിൽ ചെയ്യുന്നത്. ചിലപ്പോൾ ചില ക്യാരക്ടേഴ്സ് ചിലപ്പം ഒരു 2.5 മണിക്കൂർ പടത്തിൽ 50 മിനിറ്റും ചിലപ്പോൾ അവരുടെ തന്നെ ആയിരിക്കും. സോ മോർ ദൻ സ്ക്രീൻ സ്പേസിനെക്കാട്ടിലും ഞാൻ നോക്കുന്നത് ആ ക്യാരക്ടർ ആ കഥയിലുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്ത് തരം വ്യത്യാസങ്ങളായിരിക്കും വരുന്നത്, ഹൗ ക്രൂഷ്യൽ ഇസ് ദെയർ റോൾ ടു ദി എൻറ്റയർ സ്റ്റോറി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ രീതിയിലാണ് പൊതുവെ ഞാൻ ക്യാരക്ടേഴ്സിൽ നോക്കാറുള്ളത്. സോ ഇപ്പം മലയാള സിനിമയെ നോക്കുകയാണെങ്കിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന അപ്പുറമുള്ള ഒരു മാസ് ക്യാരക്ടേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട്. എങ്കിലും എത്തരത്തിലൊരു ക്യാരക്ടർ ചെയ്യണം? ഇപ്പം നമ്മുടെയൊക്കെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഇന്ന് ചെയ്ത ആൾ പോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യണം. അങ്ങനെ ഗൗതമിൻ്റെ മനസ്സിലൊരു ആഗ്രഹം? അങ്ങനൊന്നുമില്ല. കാരണം എനിക്ക് തോന്നുന്നു ഓൾറെഡി ഇറങ്ങിയ പടങ്ങൾ എല്ലാവരും അവരുടേതായ രീതിയിൽ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇറങ്ങിയതിനെക്കാട്ടിലും ഞാൻ ആലോചിക്കുന്നത് എന്താണ്, ഞാൻ നേരത്തെ ചെയ്ത പടത്തിനെക്കാട്ടിലും അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഇതിൻ്റെ തൊട്ട് മുന്നേ ചെയ്ത വർക്കിനെക്കാട്ടിലും എത്ര ഡിഫറെൻ്റ് ആയിരിക്കണം അടുത്ത റോൾ എന്നുള്ള രീതിയിലാണ് കൂടുതൽ ഞാൻ ചിന്തിക്കാറുള്ളത്. ഈ പഴയ നമ്മൾ ചെയ്തു വെച്ച സിനിമകളുണ്ടല്ലോ, പിന്നീട് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണുമ്പോൾ എങ്ങനെയാണ്? ഇല്ല, ഞാൻ പൊതുവെ എൻ്റെ എല്ലാ പടങ്ങളും ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോയി കണ്ടിട്ട് പിന്നെ ഞാനത് അങ്ങനെ
ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വല്ലപ്പോഴും യൂട്യൂബിൽ വല്ല ഫ്രണ്ട്സൊക്കെ വല്ല പ്ലേ ചെയ്യുവാണെങ്കിലുള്ളൂ. അല്ലാതെ ഞാൻ മിക്ക സിനിമകളും ഒറ്റ പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഒന്നും കണ്ടിട്ടില്ല. അത് എങ്ങനെ അത് സ്വയം കാണുമ്പോഴും അതെനിക്കൊരു ചമ്മലാണ് കാണുമ്പോൾ. അതുകൊണ്ട് ഞാൻ പിന്നെ വീട്ടിൽ വെക്കുമ്പോഴും മാറ്റുമെന്ന് പറയുന്നത് ഞാൻ മാറിപ്പോവും. ആരെങ്കിലും വെച്ചാൽ അവിടെ ഇരുന്ന് കാണും, ഞാൻ എഴുന്നേറ്റ് പോകും. എനിക്ക് ഭയങ്കര ചമ്മലാണ് അത് ഇങ്ങനെ ഇരുന്ന് കാണുമ്പോഴത്തേക്ക്. എന്തോ എനിക്ക് പ്രശ്നം തോന്നുന്നത് വെച്ചാൽ വേറെ ഒന്നുമില്ല, അയ്യോ ഇത് ഇങ്ങനെ ചെയ്യായിരുന്നല്ലോ, ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നത്, അപ്പം മൊത്തം കുറ്റമാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ അതിനെക്കാട്ടും അത് കാണാതിരിക്കുന്നതെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ കാണാൻ പറഞ്ഞു. ഓക്കെ. ഒരു ഫേവറേറ്റ് അല്ല കോസ്റ്റാർ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനില്ല. ബിക്കോസ് എല്ലാവരും ഐ തിങ്ക് എല്ലാവരും ഓരോ സിനിമയിലും ഓരോ രീതിയിലാണ് അവരുടേതായ ഒരു ഒരു കോൺട്രിബ്യൂഷൻ തന്നിട്ടുള്ളത്. സോ ഐ തിങ്ക് ഓരോ സിനിമ കഴിയുമ്പോഴത്തേക്കും അവരായിരിക്കും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കോസ്റ്റാർ. സോ തൽക്കാലത്തേക്ക് ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ രാജേട്ടൻ തന്നെയാണ്. പക്ഷേ അല്ല, രാജേട്ടനായിട്ട് ഡെഫിനറ്റ്ലി ഇത്രയും നാൾ ഞാൻ വർക്ക് ചെയ്ത ഐ തിങ്ക് ആക്ടേഴ്സിനെക്കാട്ടിലും ഐ തിങ്ക് രാജേഷ് ചേട്ടൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ്റെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടും പുള്ളിയും ഒരു ഡയറക്ടറും കൂടെ ആയതുകൊണ്ട് അതിൻ്റെതായ വ്യത്യാസം എന്തായാലും നമ്മൾ സെറ്റിൽ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോഴത്തേക്കും കുറേ പഠിക്കാൻ കിട്ടും. സോ ആ രീതിയിൽ ഭയങ്കര രസം. ഇപ്പോൾ എവിടെയെങ്കിലും ഡയലോഗ് പറയുമ്പോഴത്തേക്ക് ഞാൻ സ്റ്റക്കായി പോവാണെങ്കിലോ എന്തെങ്കിലും രീതിയിൽ നമ്മളിങ്ങനെ ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചേട്ടൻ പറയും ഒരു കാര്യം ചെയ്താൽ ഇത് ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ എന്താണ് ലൈക്ക് ചിലപ്പം ഡയലോഗ് പറയുന്നത് ഇങ്ങനെ പിടിച്ചു നോക്ക്, അങ്ങനെ പറയുമ്പോഴത്തേക്കും വളരെ എന്താണ് ലൈക്ക് രസമായിട്ട് ഇങ്ങനെ ഒരു നല്ല കെമിസ്ട്രി ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ. അപ്പോൾ അത് നല്ല കെമിസ്ട്രി ആദ്യം തന്നെ സെറ്റ് ആയതുകൊണ്ട് അത് നല്ല രസമായിട്ടാണ് ഷൂട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ മലയാളം പോലെ തന്നെ തമിഴ് ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ. പൊതുവെ നമ്മൾ തമിഴിലെ ആളുകൾ നമ്മുടെ സിനിമയെ കുറിച്ചും ഇവിടുത്തെ ആർട്ടിസ്റ്റുകളെ കുറിച്ച് എപ്പോഴും പറയും, പെർഫോമൻസിനെ കുറിച്ചൊക്കെ. അപ്പൊ അവരെങ്ങനെ സംസാരത്തിനിടയിൽ മലയാള സിനിമയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നത്? ഇല്ല, എനിക്ക് അധികം എനിക്ക് മിക്കതും അങ്ങനെ തമിഴ് ആർട്ടിസ്റ്റ് ആയിട്ട് അങ്ങനെ കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അധികം ഇല്ലായിരുന്നു. ബട്ട് എഗൈൻ സംസാരിക്കുമ്പോൾ ഞങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ല ഇതൊന്നും ആരും നമ്മുടെ ചർച്ചയൊന്നും ചേർന്നില്ല. സോ ഇല്ല, അങ്ങനത്തെ ചർച്ചയൊന്നും സെറ്റിലൊന്നും വന്നിട്ടില്ല. കാരണം സെറ്റിൽ ആ ഫോക്കസ് അപ്പോൾ ഷോട്ട് എടുക്കുക, സ്ക്രിപ്റ്റ് എടുക്കുക, ഞങ്ങൾ കട്ട് വിളിക്കുമ്പോഴത്തേക്കും വെളിയിൽ സൈഡിൽ എന്തെങ്കിലും അലമ്പൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അല്ലാതെ എന്ന രീതിയിലൊന്നും ഇല്ല. ഇപ്പം അഭിനയം എന്ന് പറയുമ്പോൾ ഓരോ ദിവസം നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണമല്ലോ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പണ്ട് ചെയ്ത കാര്യങ്ങൾ റിപ്പീറ്റ് വരരുത്, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം. ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാ ശരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എങ്ങനെയാ? ഇപ്പം ഈ ക്യാരക്ടറിന്റെ കാര്യം ചോദിക്കുവാണെങ്കിൽ ഞാൻ അമീൻ്റെ അടുത്ത് ചോദിച്ചു, ലൈക്ക് ഒരു ക്വർക്കി ആയിട്ടുള്ള ക്യാരക്ടറാണ് പുള്ളിക്കാരിയുടെ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രിഫറൻസസ് ഉണ്ടോ, എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ, എന്ത് രീതിയിലാണ്, അപ്പോൾ ക്യാരക്ടറായിട്ട് വേറെ എന്തെങ്കിലും സിനിമയായിട്ട് റെഫറൻസ് ഉണ്ടോ. അപ്പോൾ ആ രീതിയിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനൊരു നോട്ട് ഉണ്ടാക്കിയിട്ട് പുള്ളിക്കാരിയുടെ ബോഡി മാനറിസം, പുള്ളിക്കാരി ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും, അപ്പോൾ ആ രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പിടിച്ചിട്ടുള്ള പ്രിപ്പറേഷൻ മാത്രമാണ്. സോ ഇപ്പോൾ സിനിമയിൽ ഇപ്പം അവസരങ്ങൾ കുറയുമ്പോൾ അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്നവർ നമ്മൾ തന്നെ എഴുതി ഒരു ഡയറക്ഷൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് അടുത്തൊരു മേഖലയിലേക്ക് വരുമല്ലോ, അങ്ങനെ ഗൗതമി നായർ നമ്മൾ കാണാൻ പറ്റുമോ? സോ ഞാൻ ഡയറക്റ്റ് ചെയ്തൊരു പടം പ്രൊഡക്ഷൻ ഇഷ്യൂസ് കാരണം അന്ന് ഞാൻ നിർത്തിയത്. പക്ഷെ അന്ന് ഞാൻ എടുത്തൊരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാൻ കഥ എൻ്റെ അല്ലായിരുന്നു. സോ ഇനിയും ഞാൻ പടം ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ തന്നെ കഥ വേണമെന്നൊരു ആഗ്രഹമുണ്ട്. സോ ഹോപ്പ്ഫുള്ളി PhD ഒക്കെ കഴിഞ്ഞ് ഒരു സമയം സിനിമയൊക്കെ അഭിനയിച്ച് എവിടെയെങ്കിലും ഒരു സമയം എത്തുമ്പോഴത്തേക്കും ചിലപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായേക്കാം. ഒരു പാട്ടുകാരിയും കൂടിയാണ്. എനിക്കൊന്നും എല്ലാ ഇന്റർവ്യൂവിലും പാട്ട് പഠിപ്പിക്കില്ല. തൊണ്ട പോയി. പണ്ടത്തെ ഒരു 11 വർഷത്തെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ട സമയത്ത് പലർക്കും കുറച്ചു പേർക്ക് അറിയാം പാടും എന്നത്. പക്ഷെ സിനിമയിൽ അഭിനയത്തിനെക്കാട്ട് പാടുക, സിനിമയിൽ പാട്ട് പാടുക എന്നത് ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട്. ഇന്നില്ല. ഇന്നിപ്പോ ഞാൻ എന്തോ ചെയ്യുന്നത് എനിക്ക് പോലും അറിയാത്തൊരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒരു ആഗ്രഹമില്ല ഇപ്പൊ എനിക്ക്, എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ. ആ ഫ്ലോയിൽ എങ്ങനെ പോകുന്ന ഒരാളാണ് ശരിക്കും. നമ്മൾ പ്ലാൻ ചെയ്ത് ഒരു കാലഘട്ടത്തിൽ പ്ലാൻ ചെയ്ത് പോയ ഒരു ഗൗതമി ഉണ്ടാവില്ലേ? പ്ലാനും ഗോൾസും എപ്പോഴും ഉണ്ട്. പക്ഷെ ആ പ്ലാനും ഗോളും എല്ലാം ഒരു ഫ്ലോയിലാണ് എന്ന് വെച്ചിട്ട് ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഓക്കെ ശരി, എനിക്കിപ്പം ഇപ്പം നാളെ ചിലപ്പം എൻ്റെ ഒരു കരിയർ ഗോൾ ഇതായിരിക്കും, അത് തന്നെ വേണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. അതില്ലെങ്കിൽ ഓക്കെ, പിന്നെ പ്ലാൻ A പ്ലാൻ B, എനിക്ക് വേറെ എന്തൊക്കെ ചെയ്യാം, ഇല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ അത് എത്താൻ പറ്റുന്ന വേറെ എന്തൊക്കെ റൂട്ടുണ്ട്. ഞാൻ അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ചിന്തിച്ച് പോകുന്ന ഒരാളാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യം നടന്നില്ലെങ്കിൽ നമുക്ക് അതില്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് നമ്മുടെ സമയം കൊണ്ട് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പല ഓപ്ഷൻസ് എപ്പോഴും ആലോചിച്ച് വെക്കും. സോ ഇനിയിപ്പോൾ ഒരു ബ്രേക്ക് ടൈം കുറച്ച് കാര്യങ്ങൾ ചെയ്തു, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുമല്ലോ ഗൗതമി, അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും കുറച്ച് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. എന്തൊക്കെയത്? അങ്ങനെയില്ല. പൊതുവെ ഐ തിങ്ക് എനിക്ക് മെയിൻ ആയിട്ട് എനിക്ക് ഇപ്പോഴും കൊതി തീരാത്തത് ആക്ടിങ് ആണ്. സോ കുറേ
കുറേ എനിക്ക് തോന്നുന്നു ഞാൻ ഇനിയും ഡയറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് കുറച്ചും കൂടെ അഭിനയിച്ചിട്ട് ഡയറക്ഷനിലേക്ക് ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. സോ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് മൈ എക്സ്പ്ലോറേഷൻ പ്യുവർലി ഇനിയും സിനിമ തന്നെ ആയിരിക്കും. ഇപ്പൊ നമുക്ക് ചില ക്യാരക്ടേഴ്സ് നമ്മൾ തേടി വരും, പക്ഷെ നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റാതെ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി നഷ്ടപ്പെട്ട സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ സിനിമകൾ നഷ്ടപ്പെട്ട ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഞാൻ തന്നെ ഒന്ന് പരീക്ഷ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ വേറെ പല സിറ്റുവേഷൻസ് കാരണം എനിക്ക് വേണ്ടാന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ ഇപ്പോൾ എവിടെ ഇരിക്കുന്ന വെച്ചാൽ ഞാൻ ഹാപ്പിയാണ്. സോ അങ്ങനെ പണ്ടത്തെ കാര്യം ആലോചിച്ച് അങ്ങനെ റിഗ്രറ്റും അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ഈ നഷ്ടങ്ങൾ അങ്ങനെ എനിക്ക് ആകെപ്പാടെ ഒറ്റൊരു സിനിമ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് എനിക്ക് വളരെ മണ്ടത്തരമായി പോയെന്ന് തോന്നിയിട്ടുണ്ട്. അല്ലാതെ എനിക്ക് വേറൊരു സങ്കടം ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഒരു സിനിമ ഉണ്ട്, 2012 ഇറങ്ങിയ ഒരു പടമാണ്. പക്ഷെ അതെനിക്ക് അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ വലിയ മണ്ടത്തരമായിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പം. പക്ഷെ ലൈഫ് ഈ എല്ലാം ഭയങ്കര പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണല്ലേ? ഇങ്ങനെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ആളാണോ? ഞാൻ ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ മാക്സിമം ആ പ്രശ്നം അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് ഞാൻ മൊത്തത്തിൽ അതിനെ ഒരു കോമഡി ആയിട്ടാണ് ഞാൻ മൊത്തത്തിൽ നോക്കുന്നത്. ബിക്കോസ് ലൈഫിൽ സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോബ്ലംസും ഇല്ല. പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള നമുക്ക് വേണ്ട ആഗ്രഹങ്ങളും ചുറ്റുപാടുള്ള സിറ്റുവേഷൻസ് കാരണം നമ്മൾ ലൈക്ക് നമ്മുടെ ഈഗോയും കുറേ കാര്യങ്ങൾ കാരണം നമ്മൾ ലൈക്ക് എത്തിപ്പെടുന്ന കുറച്ച് സാഹചര്യങ്ങൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കും. ബട്ട് അല്ലാതെ ഐ തിങ്ക് ഇഫ് യു ടേക്ക് എവറിത്തിങ് ആസ് എ ജോക്ക് ഇറ്റ്സ് ഈസിലി സോൾവബിൾ എന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. നമ്മളിപ്പം ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ആണെങ്കിലും അല്ലാതെ ജീവിതത്തെ പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ മെൻ്റലി ഡൗൺ ആവുന്നതിനെക്കാട്ടിലും ഐ തിങ്ക് ദ ഹോൾ പോയിന്റ് ഇസ് ടു സീ ഹൗ യു ക്യാൻ കീപ് യുവർ സ്പിരിറ്റ്സ് അലൈവ് ആൻഡ് ദെൻ മൂവ് ഫോർവേഡ്. സോ ശരിക്കും ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലം എന്താ, അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ടെൻഷൻ എന്താ? ശരിക്കും നമ്മളിപ്പോൾ കാണുമ്പോൾ ഒരു ഭയങ്കര അത് നിങ്ങൾ ഫുൾ ടൈം ഇൻഡസ്ട്രിയിൽ മാത്രം ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്ത ആൾക്കാരോട് ചോദിക്കുന്നതായിരിക്കും അതിൻ്റെ ശരി. കാരണം ഞാൻ ഇവിടെയും അവിടെയും ഇങ്ങനെ ചാടി നിൽക്കുന്ന, അപ്പോൾ എൻ്റെ പ്രശ്നങ്ങളേ ആയിരിക്കത്തില്ല ബാക്കിയുള്ളവരുടെ പ്രശ്നം. അപ്പോൾ അത് അവർക്ക് വേണ്ടി ഞാൻ ഉത്തരം പറയുന്നത് ഇവിടെ അത് മോശമാണ്. ഓക്കെ, എങ്കിലും ഇപ്പോൾ ഒരു സിനിമ ചെയ്തു, ഇപ്പോൾ സിനിമയിൽ ആക്റ്റീവ് ആവണം അല്ലെങ്കിൽ നല്ല കഥാപാത്രങ്ങൾ തേടിയെത്തണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കൊതി തീരാത്തത് അഭിനയാണെന്ന് പറയുന്നുണ്ടല്ലോ. സോ അതിനുവേണ്ടി ഇപ്പോഴും ട്രൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പം ക്യാരക്ടേഴ്സ് ചോദിക്കുന്നു, ഇപ്പോഴാണ് തുടങ്ങിയത് ഈ ഒരു 2020 കഴിഞ്ഞിട്ട് തുടങ്ങി? കോവിഡ് കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും ഞാനൊന്ന് ഇറങ്ങി തുടങ്ങിയത്. സോയാ റിജക്ഷൻ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. റിജക്ഷനെക്കാട്ടിലും ഒന്നിൽ ഞാൻ ചോദിക്കുന്ന ആൾക്കാരുടെ സിനിമയിൽ പെണ്ണുങ്ങൾക്ക് റോളേ ഇല്ല. ഇല്ലെങ്കിൽ ഞാൻ അവരോട് റോൾ ചോദിക്കുമ്പോഴത്തേക്ക് അവരെന്നെ എന്നോട് ചോദിക്കും ഞാൻ എങ്ങനെയാണ് തന്നെ അമ്മയായിട്ട് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളാണ്. സോ അതുകൊണ്ട് ലൈക്ക് ഐ സെഡ് ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പം റോൾ വരും. അല്ലാതെ കിട്ടില്ല എന്നും പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുന്നതിൽ എനിക്ക് കോൺസെപ്റ്റ് മനസ്സിലായിട്ടില്ല. സോ അഗൈൻ എനിക്ക് തോന്നിയിട്ടുള്ളത് കമ്പാരിസൺ വരുമ്പോഴത്തേക്കാണ് കൂടുതൽ വിഷമം വരുന്നത്. മറ്റേ ആൾക്ക് ഇതുണ്ട്, എനിക്കിതില്ല, ഇയാൾക്ക് എന്നെക്കാട്ടിൽ ഇതുണ്ട്, എനിക്ക് ഇത് കിട്ടിയില്ല. സോ ഐ തിങ്ക് ദ മോമെന്റ് യു സ്റ്റോപ്പ് കമ്പയറിങ് ഐ തിങ്ക് ലോട്ട് ഓഫ് പ്രോബ്ലംസ് ജസ്റ്റ് ഡിസപ്പിയർ. സോ ലൈഫിൽ ഇതേപോലെ കുറെ കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ സൈക്കോളജി പഠിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ ടിക്ക് ഇടുകയും ചില കാര്യങ്ങൾ മൈനസ് ഇടുകയും ചെയ്യുമല്ലോ. ഇപ്പൊ നമ്മളെല്ലാവരും പറയും നമുക്ക് സമാധാനം വേണം, കുറെ കാര്യങ്ങൾ ടെൻഷൻ. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇല്ല എന്നതിന് ഓർത്ത് നമ്മൾ വിഷമിക്കാറുണ്ടെന്ന് പറയും. ശരിക്കും എന്തൊക്കെ കാര്യങ്ങൾ കട്ട് ചെയ്താൽ ലൈഫിൽ സമാധാനം ഉണ്ടാവും? എന്തൊക്കെ കാര്യങ്ങൾ കിട്ടിയാലോ? കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഇപ്പം നമ്മൾ ഈ മുറിയിൽ ഇത്ര ആൾക്കാരുണ്ടെങ്കിലും എല്ലാവരുടെയും സ്റ്റോറി എല്ലാവർക്കും അവർ ഇപ്പം നമ്മൾ എല്ലാവരുടെയും ജീവിതം ഒരു സിനിമ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാവരുടെയും ജീവിതം ഒരു കഥയാണ്. സോ ചിലപ്പം താങ്കൾക്ക് നെഗറ്റീവ് ഇല്ലെങ്കിൽ കട്ട് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളായിരിക്കും എനിക്ക് ചിലപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ളത്. അതേപോലെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളായിരിക്കും വേറൊരാൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നത്. സോ നമ്മൾ ഇൻഡിവിജ്വലി ഒരാളുടെ സ്റ്റോറി നോക്കാതെ അതങ്ങനെ പറയാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഓക്കെ, നമ്മുടെ സിനിമ 10th റിലീസ് ആവുകയാണ്. ആൻഡ് ഇപ്പം വെബ് സീരീസ് ട്രെൻഡിങ് ആയിട്ടുള്ള കാലഘട്ടമാണ്. കാരണം ഇപ്പം വീട്ടിലിരുന്ന് OTT പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഏത് സമയത്തും ഫാമിലിയായിട്ട് ഇരുന്ന് കാണാം. സോ ആഗ്രഹമുള്ള പോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരട്ടെ. ഞങ്ങളും കാണുകയാണ് ഗൗതമിനെ പല വേഷങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് സന്തോഷം കാണാനും സംസാരിക്കാനും പറ്റിയത്. നമ്മുടെ വെബ് സീരീസ് വലിയൊരു വിജയമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും കാണാം. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും എൻജോയ് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒരു സ്നേഹ സമ്മാനമുണ്ട്, പെർഫ്യൂമിക്സിന്റെ ഒരു ഗിഫ്റ്റ് ആണ്. താങ്ക് യു.